വ്യാസനും വിഘ്നേശ്വരൻ. വ്യാസനും വിഘ്നേശ്വരൻ. പക്ഷെ ഒരു കഥാപാത്രം അല്ലെങ്കിൽ പൊതുവെ ആനന്ദിൻ്റെ കൃതികൾ അങ്ങനെ ഒരു പ്രത്യേക കഥാപാത്രത്തിൻ്റെ സൂക്ഷ്മതലങ്ങളെക്കുറിച്ചല്ല, പരിസരങ്ങളുടെ സൂക്ഷ്മതലമാണ് കൂടുതലും. എങ്കിലും ഗോവർദ്ധൻ എന്ന കഥാപാത്രം മലയാള സാഹിത്യത്തിലൊരു വലിയൊരു ഇംപ്രിൻ്റ് ആയിരുന്നു അല്ലേ? പക്ഷേ ഈ ഗോവർദ്ധൻ്റെ കാലം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ സമകാലിക പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിയിട്ടാണ് എൻ്റെയൊക്കെ വായന ഒരു ഘട്ടത്തിൽ വഴിതിരിയുകയും ആനന്ദിലേക്കൊക്കെ എത്തുകയും ചെയ്തത്. ആ സമയത്ത് ഏറ്റവും വലിയ പ്രശ്നമായിട്ടുണ്ടായിരുന്നത് ഇതെങ്ങനെ നമ്മൾ ഈ മതങ്ങളെയും ഈ സിനാരിയോയൊക്കെ എങ്ങനെ വായിച്ചെടുക്കണമെന്നുള്ളതായിരുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതില്ലാത്തത് മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകത്തിൽ പറയുകയാണെങ്കിൽ അത് മതപുസ്തകം തന്നെയായി മാറുമ്പോൾ നമുക്ക് ഭയങ്കര ക്രൈസിസ് തോന്നും. ഇതില്ലാത്ത മറ്റൊന്നിലും ഇല്ലേ? അങ്ങനെ ഈ വായന ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന പരിപാടിയാണല്ലോ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും നന്നായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന ആരൊക്കെയാണ്? ഇപ്പം സാറാ ജോസഫിൻ്റെ ഉരുവാവിൽ വായിക്കുമ്പോഴോ ഇല്ലെങ്കിൽ രണ്ടാം ഊഴം വായിക്കുമ്പോഴോ ശിവാജി സാനന്ദിൻ്റെ കർണൻ വായിക്കുമ്പോഴോ ഒക്കെ നമുക്ക് മനോഹരമായി വിഷ്വൽസ് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ പൊളിറ്റിക്കലി ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആനന്ദിൻ്റെ വ്യാസനും വിഘ്നേശ്വരനും അതിനകത്ത് പറയുന്ന കഥ എന്ന് പറയുന്നത് ഒരു 38 പേജിലെ ഒരു കഥ. ആ കഥയിൽ മൊത്തം രാമായണത്തിൻ്റെ ആംഗിൾ കംപ്ലീറ്റ് മാറുകയാണ്. ഇന്ന് നമ്മളിപ്പോൾ പറയുന്നത് പോലെ യുദ്ധത്തിനെതിരായിട്ടുള്ളൊരു മഹാസന്ദേശമായിരുന്നു മഹാഭാരതത്തിൻ്റെ യുദ്ധത്തിനെ സംബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ യുദ്ധത്തിനെതിരായിട്ടുള്ളൊരു മഹാസന്ദേശമായിരുന്നു മഹാഭാരതം എന്ന് ആ 38 പേജിനകത്ത് പറയാൻ വേണ്ടിയിട്ട് പുള്ളി ഉപയോഗിച്ചിരിക്കുന്ന ടൂൾസുകളൊക്കെ ഈ മഹാഭാരതത്തിൻ്റെ തന്നെയാണ്. അതിലൊരു സ്റ്റേജിൽ അഭിമന്യു പത്മവ്യൂഹം ഭേദിച്ച് അകത്തെത്തുമ്പോൾ അവിടെ ഏകലവൻ നിൽപ്പുണ്ട്. സത്യത്തിൽ ആ സമയത്ത് ഏകലവൻ മരിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ ഈ കൃതിയിൽ അതിന് ഉത്തരവുമുണ്ട്. അതായത് ക്രോണോളജിക്കലി പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും വേർതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇത് ഏതെങ്കിലും ഒരു കഥാപാത്രം മരിച്ചു പോയാലും അവർ ചിലപ്പം വേറൊരു പേജിൽ വേറൊരു ഭാഗത്തൊക്കെ കണ്ടേക്കാം. അത് അതിൻ്റെ എഡിറ്റിങ്ങിൻ്റെ പ്രോബ്ലമാണ്. ഇത് നമുക്ക് ഭയങ്കര ഒരു സാധനമാണ്. ഈ സാധനത്തിനെ ആ എഡിറ്റഡ് ആയിട്ടുള്ളൊരു സാധനത്തിനെ പുള്ളി കൊണ്ടുവന്ന് ആ യുദ്ധത്തിൽ അവിടെ വെച്ചിട്ട് ഇവർ തമ്മിലൊരു കോൺവെർസേഷൻ ഉണ്ട്. ഈ കോൺവെർസേഷൻ എന്ന് പറയുന്നതാണ് ഈ കഥ. കോൺവെർസേഷനിൽ ഭയങ്കര ഒരു നാടകീയമായ ഒരുപാട് രംഗങ്ങളുണ്ട്. അതിൽ എനിക്ക് സിനിമാറ്റിക്കായിട്ട് തോന്നിയിട്ടുള്ള ഒരു രംഗം എന്ന് പറയുന്നത് ഈ ഏകലവനും അഭിമന്യുവും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ ഏകലവൻ അർജുൻ്റെയൊക്കെ കൂടെയുള്ള അവരുടെ ഗ്യാങ്ങിലുള്ളതാണല്ലോ. അപ്പോൾ ഈ പയ്യനാണല്ലോ വന്ന് സംസാരിക്കുന്നത്. ഭയങ്കര വാത്സല്യം വരുന്നുണ്ട് ഈ പുള്ളിക്ക്. പക്ഷേ ഇവൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് പറയുന്നത്. അപ്പം ഈ ഏകലവൻ ചോദിക്കുന്നുണ്ട്, ആക്ച്വലി നീ ഇതിനകത്തേക്ക് വന്നത് മണ്ടത്തരമല്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു, ഈ കണ്ണാടിയെ താലോലിക്കുന്ന ലോലബുദ്ധികൾക്കാണ് ഈ കഴുത്തിന് മീതെയുള്ള മാംസപിണ്ഡത്തിൽ വലിയ താല്പര്യമുള്ളത്. അപ്പം പുള്ളി ചോദിക്കുന്നുണ്ട്, ഏകലവൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, അല്ലടാ ഇതുണ്ടെങ്കിലല്ലേ നിനക്ക് ഈ വിദ്യ ഇതിനകത്ത് ഒഴിച്ചു വെക്കാൻ പറ്റുള്ളൂ, ഇതില്ലെങ്കിൽ തീർന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ പുള്ളി ഇങ്ങനെ നീറ് ജനക്കും പോലെ ചെനത്തോണ്ട് നിൽക്കുക. ആ സമയത്ത് ഈ ഏകലവൻ ഇവനെ ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് കൈയൊന്നെടുക്കും. കൈയൊന്നെടുത്തിട്ട് ഇയാളെ തൊടാൻ വേണ്ടി ആലോചിക്കുമ്പോഴാണ് ഈ